ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ മൈൻക്രാഫ്റ്റ് സീരീസിന്റെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ ഒരു അയൺ ഫാം ഉണ്ടാക്കാൻ പോകുന്നു. നമ്മൾ മുമ്പത്തെ എപ്പിസോഡിൽ കുറച്ച് വില്ലേജേഴ്സിനെയും അതുപോലെ കുറച്ച് പ്ലേസറോടൊക്കെ കൊണ്ടുവന്ന് കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ നിങ്ങൾക്ക് നോക്കി കാണാൻ പറ്റും നമ്മൾ ഈ സ്ഥലം കുറച്ചുകൂടി ഫ്ലാറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല രീതിക്ക് തന്നെ ഫ്ലാറ്റ് ചെയ്തു. അതുപോലെ ഇവിടെ ഒരു കുഞ്ഞി പെട്ടി കൂടി കാണാൻ പറ്റും ഗൈസ് നിങ്ങൾക്ക്. അത് ശരിക്കൊരു സ്റ്റോൺ ജനറേറ്ററാണ് ഗൈസ്. ഒരു കുഞ്ഞ് സ്റ്റോൺ ജനറേറ്റർ. ഇവിടെ ലീഫും മേലെ ലാവയൊക്കെ വെച്ചിട്ട് കുഞ്ഞിത് ഗൈസ്. അധികം സെറ്റപ്പ് ഒന്നുമില്ല. നമുക്ക് സ്റ്റോൺ കളിട്ടാണെങ്കിൽ കുറേ മൈനിൻ്റെ വരുന്നു കേസ്. അതുകൊണ്ട് ഞാൻ ചെറുതായിട്ട് തട്ടിക്കൂടി ഉണ്ടാക്കിയതാണ്. നമുക്ക് പിന്നെ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും കേസ് എപ്പോഴെങ്കിലുമൊക്കെ. അതുപോലെ നമുക്ക് ഇവിടെ ഒരു വലിയ മൈൻ ഉണ്ടായിരുന്നു കേസ്. ആ മൈൻ ഞാൻ അങ്ങോട്ട് നീക്കി വെച്ചിട്ടുണ്ട്. ആ മൂലയ്ക്ക് ആക്കിയിട്ടുണ്ട് കേസ്. കാരണം നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഒരു മൈൻ കാണുന്ന ഒരു സുഖമില്ല കേസ്. മൂലയ്ക്ക് ആക്കിയിട്ടുണ്ട് അത്. അപ്പോൾ മൈനിക്ക് എൻട്രൻസ് ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേസ്. നമ്മളിന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന അയൺഫാം എന്ന് പറഞ്ഞ കേസ് അത് ഈ മൈൻക്രാഫ്റ്റ് കിട്ടാൻ പോണേല് വെച്ച് ഈസി ചെയ്താണ് കേസ്. ഗെയിമിൽ തുടങ്ങുന്ന ആൾക്കാർക്ക് പോലും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന അയൺഫാമാണ് കേസ്. അത്രയ്ക്ക് അത് ഈസി ചെയ്താണ്. നമ്മൾ സാധാരണ ആ ഇൻഫാമാണ് ഉണ്ടാക്കാറ്. അതിപ്പോൾ ഞാൻ എവിടെ ഉണ്ടാക്കുന്നതാണ് സാലോചിക്കണേ. ഈ വില്ലേജ് ഒരു വീടിന് മുന്നിൽ വെച്ച് കാരണം തന്നെ ഒരു സുഖമില്ല കേസ്. അത് പറ്റിങ്ങി എപ്പോഴും മാറ്റണം. അപ്പോൾ ഈ അയൺ ഫാം വീടിൻ്റെ ഫ്രണ്ടിലേക്ക് തന്നെ വെക്കുന്നില്ല കേസ്. ഞാൻ വീടിൻ്റെ എവിടെയെങ്കിലും വേറെ സൈഡിലായിട്ട് എവിടെയെങ്കിലും ഉണ്ടാക്കാൻ പറ്റാൻ നോക്കട്ടെ. നമുക്ക് നമ്മുടെ അയൺ ഫാം ഇവിടെ ആയിട്ട് ഉണ്ടാക്കാം കേസ്. അത് നല്ലത്. നമ്മളിങ്ങനെ കയറി വരുമ്പോൾ ലെഫ്റ്റിക്ക് തിരിയുമ്പോൾ നമ്മുടെ അയൺ ഫാം കേസ്. അധികം കുഴപ്പമില്ല കേസ്. നമുക്ക് ഇവിടെ ആയിട്ട് ഉണ്ടാക്കാത്. ഓക്കെ, ഇത്രയ്ക്ക് ചെറിയ സ്ഥലം മതി കേസ് നമ്മുടെ അയൺ ഫാം ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അതിന് തന്നെ നമുക്ക് കുറച്ച് ഹൈറ്റ് പോകണം. നമുക്ക് നെയിം ടാഗ് കിട്ടിയിട്ടാ അത് നോക്കിയിട്ട് നമുക്ക് നെയിം ടാഗ് ഉണ്ടോ നോക്കട്ടെ. നെയിം ടാഗ് ഉണ്ടെങ്കിൽ ഉണ്ടാക്കാൻ കുറച്ചുകൂടി ഈസിയാണ് കേസ്. ആ കേസ് ഒരു നെയിം ടാഗ് ഉണ്ട്. ബാക്കി കേസ് ഒരെണ്ണം തന്നെ കിട്ടി. നമുക്ക് ഒരെണ്ണം തന്നെ ആവശ്യമുള്ള കേസ്. നമുക്ക് കുറച്ചുകൂടി ഉണ്ടാക്കാൻ ഈസിയാണ് കേസ്. നെയിം ടാഗ് ഇല്ലെങ്കിലും ഉണ്ടാക്കാൻ പറ്റും. ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിട്ട് ഉണ്ടാക്കാം കേസ്. നമുക്ക് നെയിം ടാഗ് ഉണ്ട് കേസ്. നിങ്ങൾക്ക് അധികം കഷ്ടപ്പെടേണ്ടിയില്ല. അപ്പോൾ അതിന് തന്നെ നമുക്ക് ഒരു കുറച്ച് ഹൈറ്റ് ബ്ലോക്കിൽ പോകണം കേസ്. കുറച്ച് ബ്ലോക്ക് ഹൈറ്റിൽ പോകണം കേസ്. നമ്മളൊരു 10 ഹൈറ്റിൽ പോകാം കേസ്. ഇതിപ്പോൾ എത്ര ഉണ്ടെന്ന് പറഞ്ഞോളൂ കേസ്. ഞാൻ എത്ര എണ്ണം നോക്കിയില്ല. ഇത്രയ്ക്ക് കട്ട ഹൈറ്റ് വന്നിട്ടുണ്ട്. നമ്മൾ എത്ര കട്ടയുണ്ടെന്ന് നോക്കിയില്ല. പിന്നെ നമ്മളിപ്പോൾ ഇങ്ങനത്തെ ഒരു ഏരിയ ഉണ്ടാക്കിയിട്ടുണ്ട് കേസ്. ഇവിടെ നിന്ന് അങ്ങോട്ട് 6 ബ്ലോക്കും ഇവിടെ നിന്ന് ഇങ്ങോട്ട് 5 ബ്ലോക്കും കേസ്. അങ്ങനത്തെ ഒരു ഏരിയ ഉണ്ടാക്കിയിട്ടുണ്ട്. ബ്ലോക്ക് ഗ്ലാസ് എടുത്ത് 2 ബ്ലോക്ക് ഹൈറ്റ് വെച്ചാൽ മതി എന്നുണ്ട് കേസ്. ഗ്ലാസ് ഇങ്ങനെ ഇവിടെ രണ്ടാമത്തെ ഇവിടെ സെറ്റ്. നമുക്ക് കുറച്ച് ബ്ലോക്ക് എടുത്ത് ഇവിടെ കവർ ചെയ്ത് നമ്മളിവിടെ കവർ ചെയ്തിട്ടില്ലേ. നമുക്ക് ഇവിടെ നിന്ന് ഒരു സൂമിനെ കയറ്റണം. അപ്പോൾ ഇവിടെ കവർ ചെയ്യണല്ലോ ഞാനിപ്പോൾ. നമുക്കൊരു സ്ലാബിൻ്റെ ആവശ്യമുണ്ട്. ഞാൻ സ്ലാബ് എടുക്കാൻ പറഞ്ഞു. പക്ഷേ ഒരു സ്ലാബ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സോൾ സാൻഡ് കൂടി വേണം. സോൾ സാൻഡ് നമ്മൾ എവിടെ ഉണ്ട്. നമ്മുടെ ഫാം ചെയ്യാൻ കുറച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു സൈൻ എന്ന് പറഞ്ഞാൽ കഥയ്ക്ക് എടുക്കുക. ഓക്കെ, ഒരു സോൾ സാൻഡ് കിട്ടിയിട്ടുണ്ട്. ടീൻ്റെ അടിയിൽ ഇവിടെ ആയിട്ട് ഒരു ബ്ലോക്ക് വയ്ക്കണം. പിന്നെ മേലെ ഒരു ബ്ലോക്ക് ഓടും സെറ്റ്. ഓക്കെ, 2 ബ്ലോക്ക് വയ്ക്കണം അവിടെ. എന്നിട്ട് ഇത് പൊട്ടിച്ചിട്ട് ഇവിടെ സോൾ സാൻഡ് വയ്ക്കുക. എന്നിട്ട് വെള്ളം വയ്ക്കുക. ഇത് ഓക്കെ, ഇങ്ങനെ ചാടണം കേസ് സോംബി. നമ്മൾ ഈ 2 ഭാഗം കവർ ചെയ്യുക. ഇവിടെ ഒരു സ്ലാബ് വയ്ക്കുക. ഇവിടെ കവർ ചെയ്യുക. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ സോംബീസിന് വില്ലേജസിന് സോംബിയെ കാണാൻ പറ്റും കേസ്. അതിനാണ് നമ്മൾ ഇങ്ങനെ വെക്കണേ. പക്ഷെ ഇത്രയുള്ള കേസ് നമ്മുടെ ഫാം. നമുക്ക് ഇവിടെ 2 ഇവിടെ 3 വില്ലേജസിനും അവിടെ 2 സോംബിനെയും കൊണ്ടുവരണം. അപ്പോൾ അവരെ കൊണ്ടുവരാൻ കേസ് വേഗം. ഈ 2 ബോട്ട് 4 ലേശു സെറ്റ്. ഈ ബോട്ടിൽ കൊണ്ടുപോകാൻ പറ്റുമെന്ന് തോന്നണം കേസ് എനിക്ക്. കാരണം എനിക്ക് ഈ ബോട്ട് തൊടേണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, 2 കയറിയുന്നു. ഇവിടെ ഒഴിച്ച് ഡഷ് ചെയ്ത് ഇതേ ഓടിപ്പോണവർ. ശരി, വെള്ളം പോയി എടുക്കട്ടെ കേസ്. ഓക്കെ, ഒരാൾ കയറി പോയിക്ക്. ഓക്കെ, 2 ആൾക്കാർ കയറി കേസ്. നമുക്ക് ബോട്ടിൽ ഡഷ് ചെയ്ത് പോവാം. ഓക്കെ, വേഗം വരുന്നുണ്ട്. നമുക്ക് അവിടെ കൊണ്ട് നിർത്തിയാൽ മതി. അയ്യടാ, നമ്മൾ സ്റ്റെയർ ഉണ്ടാക്കിയില്ല കേസ് ഇവർക്ക് കയറാനായിട്ട്. വേഗം അല്ലെങ്കിൽ സോംബി വരും കേസ്. ഇപ്പോൾ ഓക്കെ, നമുക്ക് ഇനി വേഗം സ്റ്റെയർ ഉണ്ടാക്കാം മേലെ കയറാനായിട്ട്. ഇതേ സോംബി വരുന്നുണ്ട്. അന്നെ കണ്ടോളൂ. ഭാഗ്യം സെറ്റ്. നയിച്ചറിയട്ടെ കേസ്. ഞാൻ ചത്തു. അയ്യോ, വില്ലേജസ് ഇപ്പം ചാവും കേസ്. വേഗം പോട്ടെ. ഓക്കെ, വില്ലേജസ് എനിക്ക് വെട്ടി പോടാ. എൻ്റെ സോംബിനാണ് വില്ലേജസിനടുത്ത് പോടാ. ഓക്കെ, 2 പേര് അകത്ത് കയറി. പോടാ. ഓക്കെ, ഒരാൾ കയറി. അടുത്താൾ കയറി. അപ്പോൾ കയറി ബ്ലോക്ക് ചെയ്യണം കേസ് അവിടെ. രണ്ടുപേരും കയറി സെറ്റ്. നമുക്ക് ചത്താൻ വേണ്ടി സീനൊന്നുമില്ല.
ഓക്കെ ഇനി നമുക്ക് പോയി വെയിറ്റ് വെയിറ്റ് രാത്രിയാണ് കേസ് നമുക്ക് എന്തെങ്കിലും സോംബീൻ്റെ ആവശ്യമുണ്ട്. ചാവട ചാവട ആക്ഷൻ കൊണ്ട് നടക്കുന്നു എതിർത്ത് അതോട്ട് സെറ്റ്. ഞങ്ങൾക്ക് ഇവന്മാർക്ക് കയറാൻ്റെ ഒരു വഴി ഉണ്ടാക്കി കൊടുക്കാം കേസ്. നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇനി ഒരു സോബിനെ തട്ടി തരണം. നമ്മളെ തടുത്ത ടാസ്ക് വെച്ചിട്ട് ബ്ലോക്ക് പൊട്ടിച്ചെടുക്കാൻ കേസ്. അപ്പോൾ എല്ലാവരും കയറി വന്നോളൂ. വായു 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 എണീജ് വരുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഉള്ളിലേക്ക് വീണാൽ മര്യാദയ്ക്ക് വീഴാനാ പറഞ്ഞേ. ഉള്ളി വീഴടാ. ഓക്കെ ട്രാപ്പ് ഇത് വില്ലേജിനെ കൊല്ലണം. പോടാ 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 വില്ലേജിനെ കൊല്ലല്ലേ. പോടാ 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 വില്ലേജ് വീണണ്ടാ. ഓക്കെ ഓക്കെ ബക്കറ്റ് അവിടെ ബക്കറ്റിൽ വെള്ളമുണ്ട് അടച്ച് സെറ്റ്. പക്ഷെ അവർ വില്ലേജസിൻ്റെ കൊല്ലണം. അതെങ്ങനെയാണോ വെയിറ്റ് രാവിലെ ആവട്ടെ. പോടാ പോടാ ഇത് നോങ്ങാൻ എന്തോ പ്രശ്നം പറ്റിയുണ്ട് അവിടെ. വില്ലേജസ് അവിടെ ഓക്കെ വില്ലേജസ് ഒക്കെ ഡീസ്പോൺ ആയി പോയി. വില്ലേജസ് നിൽക്കാൻ പറ്റുമോ? ഇവിടെ നിൽക്കാൻ പറ്റില്ല കേസ്. വെറുതെ ഇല്ല നേരത്തെ നോക്കുമ്പോൾ വില്ലേജ് ചത്തുണ്ടായിരുന്നില്ല കേസ്. രാവിലെ ഇപ്പോൾ എൻ്റെ ഈ ബ്ലോക്കിനുള്ളിൽ കയറി ചത്തതാണ് കേസ്. നമുക്കപ്പോൾ ഒരു ബ്ലോക്ക് ഹൈറ്റ് കൂടി കൂട്ടണം. അതിൻ്റെ അത് നമുക്ക് പിന്നെ കൂട്ടാൻ കേസ് കരുതി. ഇവിടെ വെച്ച് കയറി ഓക്കെ സെറ്റ് ആക്കിയിട്ട് പോടാ. ഓക്കെ ഓക്കെ കയറി കയറുണ്ട് കേസ്. അവർ കയറി ഇറങ്ങിക്കും സെറ്റ്. വില്ലേജസിൻ്റെ പണി തീർന്നു ഗൈസ്. നമുക്ക് സോംബിയുടെ പണിയാണ്. ഇനി സോംബി കിട്ടണം ഗൈസ്. വീഴാൻ വിളിക്ക് പോന്നോ. ഓക്കെ വീണു അടച്ച് ഒക്കെ പൊട്ടിച്ച് നേരെ തുടങ്ങാം ഗൈസ്. നമ്മൾ എല്ലാ പണി കഴിഞ്ഞു ഗൈസ്. നമുക്ക് ആ വില്ലേജസ് ഒന്ന് ബ്രീഡ് ചെയ്താൽ മതി. നമുക്കൊരു അൺമില് വേണം ഗൈസ്. അൺമില് ഉണ്ടാക്കാനായിട്ട് ഞാൻ മതിയോ നോക്കട്ടെ ഒന്ന്. ഒരെണ്ണം പോരെ. രണ്ടെണ്ണം പോരെ. 3 അത് പോരാന്ന് പറയരുത്. ഓക്കെ സെറ്റ് ആയിട്ട് നമുക്ക് അൺമില് ഉണ്ടാക്കിയത് മതി ഗൈസ്. അൺമില് ഇവിടെ വെച്ച് നെയിം ടാഗ് അവിടെ നെയിം ടാഗ് എടുത്തില്ലേ വേണ്ട. നെയിം ടാഗ് എടുത്ത് പേരിടും. പിന്നെ പേര് പൊളി പേരാണ് ഇത്. ഇത് മതി നമുക്ക് സോംബിക്ക് ഇതൊക്കെ മതി കരുതി. ഇതുകൊണ്ട് സോംബിക്ക് ഇട്ട് കൊടുക്കാൻ തരും. സോംബി ഡീസ്പോൺ ആയി ഇതേ റെയ്ഡ് പോള കൃത്യം ടൈമിന് റെയ്ഡ് വന്നേ. പിന്നെ കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു. ഞാനൊരു മൈനിയെ പോകണം കേസ്. നമുക്കത് പിന്നെ പോയി ഫിനിഷ് ചെയ്യാം. ഈ പണി തീർക്കാൻ കേസ് തന്നെ. ഇവർ പേടിക്കണില്ലേ നമുക്ക് പിന്നെ നോക്കാം. ഓടാ ഡീസ്പോൺ ആയി കേസ്. സോംബി ഡീസ്പോൺ ആയി പോയി. വണ്ടർഫുൾ. ഓക്കെ ഇനി ഒരു രാത്രിയുടെ വെയിറ്റ് ചെയ്യണം. കഴിഞ്ഞു. ഇനി നമുക്കൊരു ബാഡോമനും കിട്ടിയിട്ടുണ്ട് കേസ്. നമുക്ക് എപ്പോഴേനൊക്കെ റൈഡിനും പോവാം. അതെല്ലാം സെറ്റാക്കിയിട്ട് നമുക്ക് വില്ലേജസിന് ഒന്ന് ബ്രീഡ് ചെയ്യണം കേസ്. നമ്മൾ പൊട്ടാറ്റോ ഉണ്ടാകുന്ന നോക്കട്ടെ. പൊട്ടാറ്റോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുന്ന നോക്കട്ടെ കേസ്. ഇതിന് ഉണ്ടാവാൻ തോന്നുന്നു. പൊട്ടിച്ച് ഒരു സാക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു സാക്ക് ഒന്നും വേണ്ടാന്നുണ്ട് അതിന്. എടുത്തോ ഓക്കെ ഫൈനലി കേസ് 3 വില്ലേജസ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് സോംബി മാത്രം മതി കേസ്. അപ്പോൾ നമ്മൾ ഫാം വർക്ക് ചെയ്ത് തുടങ്ങും. വെയിറ്റ് നമ്മുടെ തലയിൽ വില്ലേജസ് കൃത്യം ഹെഡ് ഷോട്ട് അടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ സാറിന് ഇതൊക്കെ അവിടെ നമ്മൾ ചുറ്റും ഇങ്ങനെ വയ്ക്കാം കേസ്. അല്ലെങ്കിൽ അയൺ കൊല്ലം സൈഡിലൊക്കെ സ്പോണും ഇങ്ങനെ വെച്ച് ഇതിൻ്റെ മേലെ കൂടി വെച്ച് ഓക്കെ സൈൻ ബോർഡ് എടുത്ത് ഒരെണ്ണം ഇവിടെ സെറ്റ് ലാബ് കൊടുത്ത് വെച്ചാൽ ഓക്കെ നെക്സ്റ്റ് അയൺ കൊല്ലത്തിന് കൊല്ലാനുള്ള സ്ഥലമായിട്ട് കേസ്. നമുക്ക് ആ സോംബിനെ മാത്രം ഇതിനെ കൊണ്ടിട്ടാൽ മതി. വെയിറ്റ് ഞാൻ ഇപ്പം ഇങ്ങനെ സോംബി കൊണ്ടിടും. ഇത് വയ്ക്കല്ലേ അതുകൊണ്ടത്തെ സോംബിനെ കൊണ്ടിടാൻ പറ്റിയെങ്കിൽ പിന്നെ സോംബിനെ കൊണ്ട് ഇവിടെ ഇട്ടാൽ മതി കേസ്. അതോടെ ഈ ഫാം കംപ്ലീറ്റ് ആവും. നമ്മുടെ ചെറുതായിട്ടൊരു കുഞ്ഞ് മിസ്റ്റേക്ക് പറ്റിപ്പോയി കേസ്. വെയിറ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യട്ടെ. നമ്മുടെ അയൺ ഫാം ഫുള്ള് കംപ്ലീറ്റ് ചെയ്യും. ഞാനാണെങ്കിൽ നൈസായിട്ട് റെക്കോർഡ് ചെയ്യാൻ മറന്നു കേസ്. ഇവിടെ ഒരു സോമിനെ കൊണ്ടിട്ടു നമ്മൾ. എന്നിട്ട് ലാവൊക്കെ വെച്ച് സെറ്റായി കേസ്. പിന്നെ നമ്മുടെ അയൺ ഫാം കംപ്ലീറ്റ് ആയി. നമുക്ക് മേലെ കയറി പോയി കഴിഞ്ഞാൽ കാണായിരുന്നു കേസ്. വെയിറ്റ് പിന്നെ അവിടെ വർക്കാവുണ്ട് കേസ്. അയൺ ഫാം ഒച്ചയൊക്കെ കണ്ടിരിക്കും.
പിന്നെ ഞങ്ങളൊരു കണക്ഷൻ ചെയ്താൽ മതി കേസ് ഇതിന് മാഗി ലൂട്ട് എടുക്കാനായിട്ട്. ഇവിടെ അല്ലേ, ഇവിടെ നിന്ന് കയറി ഗൈസ് ഫൈനലി നമ്മുടെ അയൺ ഫാം കംപ്ലീറ്റ് ആണ്. ഇതിനെ കറുത്ത സ്പോണായി. വേഗം സ്പോണാ മീസ്. നമ്മളടിച്ചാൽ നമ്മൾ എന്തെങ്കിലും ചെയ്യും. റെഡി ചവട. നമുക്ക് നേരെ അടിക്കാൻ പറ്റില്ല സാധനം. നേരെ അടിച്ചാൽ നമ്മളെ തെറിപ്പിക്കും. എത്താം. ഓക്കെ, അങ്ങനെ വേഗം സ്പോണാ മീസ്. അധികം സമയം എടുക്കില്ല സ്പോണാവാനായിട്ട്. ഗൈസ് നമ്മൾ ഇന്നത്തെ എടുത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഇന്ന് അത്യാവശ്യം നല്ല അയൺ ഫാം ആണ് ഉണ്ടാക്കി. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ പറ്റിയെങ്കിൽ നമുക്ക് എൻഡർ ഡ്രാഗനെ എന്നെ കൊല്ലാൻ പോകണമെങ്കിൽ നമ്മൾ അത്യാവശ്യം 11 പ്ലേസുകളൊക്കെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് എൻഡ്രോയിഡ് മതി കേസ്. നമുക്ക് അടുത്ത ദിവസം എൻഡ്രോയിഡ് ബെഡ് എടുക്കാം. നമ്മൾ ഇന്നത്തെ വീഡിയോത്തുള്ളൂ. അടുത്തൊരു വീഡിയോ കാണാം. അതിൽ ബൈ ഗീസ്.